എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഇന്നത്തെ ദിവസം എനിക്ക് വളരെയേറെ സന്തോഷം തോന്നിയ ഒരു ദിനമായിരുന്നു. എന്താണ് കാരണമെന്നല്ലേ, കൊല്ലം മുതുപ്പിലക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അവിടുത്തെ അമ്പലം ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ എതിരാളികളില്ലാതെ സംഘപരിവാർ സഹോദരങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് എനിക്ക് ഇന്നത്തെ സന്തോഷത്തിൻ്റെ കാരണം. ഇത്രയധികം സന്തോഷമുണ്ടാവില്ല മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൊല്ലം മുതുപ്പിലക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം ഹൈന്ദവ വിശ്വാസികൾ ആരും തന്നെ മറക്കാനിടയില്ല. കഴിഞ്ഞ തവണ തിരുവോണ നാളിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിൽ ഒരു വലിയൊരു പൂക്കളം ഇടുകയുണ്ടായി. അതിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി ഇട്ട പൂക്കളം കണ്ടപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായ കമ്മികൾക്ക് കുരു പൊട്ടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കുരു പൊട്ടലിൻ്റെ അത്യുന്നയാവസ്ഥയിൽ ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. ഉടനടി ക്ഷേത്രത്തിലേക്ക് വരണം, ഇവിടെ സംഘിക്കൂട്ടങ്ങൾ ഒരു വലിയൊരു പൂക്കളം ഇട്ടിട്ടുണ്ട്, ആ പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്നിട്ട് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണം, ഈ പൂക്കളൊക്കെ വാരിയിട്ട് ഒരു സൈഡിലേക്ക് ഇടാണ്ട് പറയണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫോൺ വിളിച്ചു. ഉടനടി ഫോൺ വിളി കേട്ട ഉടനെ തന്നെ കെ പോലീസ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗം ഈ പൂക്കളൊക്കെ വാരിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുവരണം, കാരണം ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് കണ്ടാൽ നമ്മുടെ കേരളത്തിലെ മതവികാരം വ്രണപ്പെടും. ആരുടെ മതവികാരമാണ് വ്രണപ്പെടുന്നത്? നിങ്ങൾ ഉദ്ദേശിച്ചത് ജിഹാദികളെയാണോ? പച്ചക്ക് പറഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടും എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? പക്ഷേ CPM അടിമ കമ്മികളുടെ കെ പോലീസിന്റെ തിട്ടൂരമൊന്നും സംഘപരിവാർ സഹോദരങ്ങൾക്കിടയിൽ ചെലവായിട്ടില്ല എന്ന് വേണം പറയാൻ വേണ്ടി. അവർ പറഞ്ഞു, ഞങ്ങളുടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിൽ ഇട്ട ഈ പൂക്കളം ആരൊക്കെ വന്ന് പറഞ്ഞാലും മായ്ച്ചു കളയാനോ ആ പൂക്കൾ വാരി എറിയാനോ ഒന്നിനും തയ്യാറല്ല, ഇത് ഇവിടെ തന്നെ കിടക്കും എന്ന് പറഞ്ഞിട്ട് ആ പൂക്കളം അവിടെ തന്നെ വെച്ചു. ആ പൂക്കളത്തെ തൊടാൻ വേണ്ടി സംഘപരിവാർ സഹോദരങ്ങൾ സമ്മതിച്ചില്ല. അങ്ങനെ ഈ പ്രശ്നം മാധ്യമങ്ങൾ ഏറ്റെടുത്തു. കേരളത്തിൽ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. സത്യത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ ആരുടെ മതവികാരമാണ് വ്രണപ്പെടുന്നത്? ആർക്കാണ് ഇത്രയധികം കുരുപൊട്ടുന്നത്? നമ്മൾ ഭാരതീയരെല്ലാം ആത്മാഭിമാനം കൊള്ളേണ്ട ഒരു സർജിക്കൽ മൂവ്മെന്റ് ആയിരുന്നില്ലേ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത്? ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഞരമ്പുകളിൽ രക്തം തിളക്കണ്ടേ? നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും സുന്ദരി എന്ന് പറയുന്ന കാശ്മീരിലേക്ക് കുറേയേറെ വിനോദസഞ്ചാരികൾ പോകുന്നു. അവിടെ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് കുറച്ച് മുസ്ലിം തീവ്രവാദികൾ കടന്നു വരികയും ഓരോരുത്തരോടും നിങ്ങളുടെ മതം എന്താണെന്ന് ചോദിക്കുകയും കലിമ ചൊല്ലാൻ വേണ്ടി പറയുകയും ചെയ്യുന്നു. ഹിന്ദുക്കൾക്ക് സ്വാഭാവികമായിട്ട് അവരുടെ മതത്തെക്കുറിച്ച് തന്നെ കൂടുതലായിട്ട് യാതൊരു ബോധ്യമില്ല, പിന്നെയല്ലേ ഈ കലിമ ചൊല്ലാൻ വേണ്ടി പറയുമ്പോൾ ചൊല്ലുന്നത്. അപ്പോൾ കലിമ ചൊല്ലാൻ അറിയാത്ത ആൾക്കാരെ ഇവർ പിടിച്ചു കൊണ്ടുപോവുകയും അവരുടെ ഡ്രസ്സ് അഴിച്ചിട്ട്, അല്ല, ഇവർക്ക് ഈ മുസ്ലിം എന്ന് പറയുന്നത് അംഗവൈകല്യമാണ് അല്ലേ, അവരുടെ ഡ്രസ്സ് അഴിച്ച് അവർ മുസ്ലിം അല്ല, ഹിന്ദുക്കളാണ്, കാഫിറാണെന്ന് മനസ്സിലാക്കുകയും 28ഓളം പേരെ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ വെട്ടിവെച്ച് കൊല്ലുകയും ചെയ്തു. അങ്ങനെ തൻ്റെ ഉറ്റവരും ഉടയവരും, അതായത് ഭർത്താവ്, അച്ഛൻ, സഹോദരങ്ങളൊക്കെ തൻ്റെ മുന്നിൽ നിന്ന് വെടികൊണ്ട് പിടഞ്ഞ് അവസാനിക്കുമ്പോൾ എന്നെയും കൊല്ലി, എന്നെ മാത്രം ഒഴിവാക്കല്ലേന്ന്. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ കൊല്ലില്ല, നിങ്ങളിതാ ഇപ്പം വെടിവെച്ചിട്ട് ഇവിടെ മരിച്ചു വീണവരില്ലേ, ഇവരെ കുറിച്ച് നിങ്ങൾ മോദിയോട് പോയിട്ട് പറയൂ എന്നാണ് പറഞ്ഞത്. ആ തീവ്രവാദികൾ പറഞ്ഞ വാക്ക് തീവ്രവാദികളിൽ നിന്ന് തന്നെ മോദി കേട്ടിരുന്നു. ഇവിടെ വന്നിട്ട് ഒരു സ്ത്രീയും കരഞ്ഞു പറയേണ്ട ആവശ്യം വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഭാരതത്തിലേക്ക് വന്നിട്ട് ഹിന്ദു സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച പാകിസ്ഥാന്റെ തറവാട്ടിൽ കയറിക്കൊണ്ട് അവിടെയുള്ള തീവ്രവാദികളെ കൊന്നു തള്ളിയതിന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. നമ്മുടെ ധീര ജവാന്മാർ, അതും സോഫിയ ഖുറേഷി എന്ന് പറഞ്ഞ മുസ്ലിം വനിതയാണ്, മുസ്ലിം പട്ടാളക്കാരിയാണ്, പാകിസ്ഥാനിൽ പോയിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടി പാകിസ്ഥാൻ തീവ്രവാദികൾ പ്രതികാരം ചെയ്തത്. ഈ ഒരു സംഭവത്തിൽ നമ്മളെല്ലാവരും അഭിമാനിക്കല്ലേ വേണ്ടത്, അല്ലേ? നമ്മുടെ രാജ്യത്തിലേക്ക് വേറൊരു രാജ്യത്തിലെ തീവ്രവാദികൾ വന്നിട്ട് നിഷ്കരണം കുറേ ആൾക്കാരെ വധിക്കുമ്പോൾ അതിന് പ്രതികാരം ചെയ്യുന്നത് കാണുമ്പോൾ, പ്രതികാരം ചെയ്യുമ്പോൾ അതിന് മറുപടി കൊടുക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്, അഭിമാനിക്കല്ലേ വേണ്ടത്? എന്തിനാണ് മതവികാരം വ്രണപ്പെടുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോൾ? സത്യത്തിൽ കേരളത്തിലെ മതേതര വാദികളൊക്കെ കാണുമ്പോൾ
സഹതാപമാണ് തോന്നുന്നത്. ഒരു മതത്തിന് വേണ്ടി മുട്ടിലെഴിയുന്ന ഒരു ജനസമൂഹം. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ മുതുപ്പിലക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു തർക്കമുണ്ടായത് എന്തായാലും നന്നായി. അതുകൊണ്ടാണ് ഇന്നിപ്പം LDFനെയും UDFനെയും തോൽപ്പിച്ചുകൊണ്ട് എതിരാളികളില്ലാതെ സംഘപരിവാർ പാനൽ വിജയം കൈവരിച്ചത്. ആ ക്ഷേത്രം ഇനി സംഘപരിവാറാണ് നയിക്കുക. അതായത് മഹാഭാരത യുദ്ധത്തിൽ ആര് ജയിക്കണം, ആരൊക്കെ തോൽക്കണം, ആരൊക്കെ അംഗവൈകല്യത്തോടെ നടക്കണം എന്നൊക്കെ തീരുമാനിച്ച പാർത്ഥസാരഥി വസുദേവകൃഷ്ണൻ വാഴുന്ന ഇടമാണ് ആ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ കാവലാളായിട്ട് നിൽക്കേണ്ടത് അവിശ്വാസികളായ അന്തം അടിമകളല്ല, വിശ്വാസികളായ സംഘപരിവാർ സഹോദരങ്ങൾ തന്നെയാണ്. അത് തീരുമാനിച്ചത് ആ നാട്ടുകാരാണ്. അവിടെ കാവലായിട്ട് നിൽക്കേണ്ടത് അടിമ അന്തം കമ്മികളല്ല, സംഘപരിവാർ സഹോദരങ്ങളാണെന്ന് തീർപ്പ് കൽപ്പിച്ചത് അവിടെയുള്ള ജനങ്ങളാണ്. ഇനി അവിടെ ധൈര്യമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പൂക്കളമിടം അത് ആരും ചോദ്യം ചെയ്യാൻ വേണ്ടി വരില്ല. ഇതുപോലെ തന്നെയാണ് ഇനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കാണ്ട് പോകുന്നത്. നിങ്ങൾ എതിർക്കും, ഒരുപാട് എതിർക്കും. ആ എതിർപ്പിനൊടുവിൽ എതിരാളികളില്ലാതെ സംഘപരിവാർ വിജയിച്ച് വരിക തന്നെ ചെയ്യും. അത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പൂക്കളം ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഏത് മേഖലയിലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ കൊല്ലം മുതുപ്പിലക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എല്ലാ സംഘപരിവാർ സഹോദരങ്ങൾക്കും ആശംസകൾ. മറ്റൊരു നല്ലൊരു വീഡിയോ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നവരെല്ലാവർക്കും